നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാനമാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സമീപകാലത്തായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിവേഗം റൺസ് ഉയർത്തുന്ന താരം ഈ വർഷം 3 സെഞ്ചുറികളാണ് T20 ഫോർമാറ്റിൽ നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറായി സഞ്ജു സീറ്റ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. IPL രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണിന് വലിയ ആരാധക പിന്തുണയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ T20 ലോകകപ്പ് കിരീടത്തിലടക്കം ഭാഗമായിട്ടുള്ള സഞ്ജുവിന് മുന്നിൽ ഇനി വലിയ കരിയർ ബാക്കിയുണ്ട്. ഇതേ ഫോം നിലനിർത്തിയാൽ ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിനൊപ്പം നിർണായക കുതിപ്പ് നടത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ കരിയർ ഇത്രയധികം മുന്നോട്ട് പോയിട്ടും സഞ്ജു സാംസന്റെ ക്രിക്കറ്റിലെ വലിയ സ്വപ്നം ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജു ഒരിക്കൽ ഇത് വെളിപ്പെടുത്തിയിരുന്നു. എന്താണ് ആ സ്വപ്നമെന്ന് വിശദമായി നോക്കാം. ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ തന്നെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്ന സ്വപ്നം ലോകകപ്പ് കിരീടമോ സെഞ്ചുറിയോ ഒന്നും ആയിരുന്നില്ല. സഞ്ജുവിൻ്റെ ആഗ്രഹം ടെസ്റ്റ് കളിക്കുക എന്നതായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിയത് എങ്കിലും ഇതുവരെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പരിശീലകനായ ഗൗതം ഗംഭീറും ടെസ്റ്റ് നായകനായ രോഹിത് ശർമ്മയും സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് പരിഗണിച്ചിരുന്നു. ഇക്കാര്യം സഞ്ജു സാംസൺ തന്നെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതുവരെ ഈ വിളി സഞ്ജുവിന് എത്തിയിട്ടില്ല. ഇന്ത്യയുടെ ടെസ്റ്റ് ജേഴ്സി എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച വലിയ സ്വപ്നമായി തുടരുകയാണ്. ഋഷഭ് പന്തും ധ്രുവ് ജുറയിലുമാണ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ഇതിനെ മറികടന്ന് സഞ്ജു സാംസണിന് ടെസ്റ്റിലേക്ക് വിളി എത്തുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇതിന് സാധ്യത വളരെ വിരളമാണ്. സഞ്ജു സാംസണ് മുന്നിൽ ഇനിയുള്ളത് ഇംഗ്ലണ്ട് പരമ്പരയാണ്. ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരയിൽ T20 ടീമിൽ സഞ്ജു സാംസന്റെ സീറ്റ് ഉറപ്പ് തന്നെയാണ്. ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും. സമീപകാലത്തെ സഞ്ജുവിൻ്റെ ഫോം ഗംഭീരമാണ്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചില്ല. എന്നാൽ ഇത് കണക്കുകളിൽ പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഋഷഭ് നിറമങ്ങുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കീപ്പറായിട്ടും ബാറ്ററായിട്ടും വേണ്ട ഒരു പിന്തുണ ഇന്ത്യൻ ടീമിന് ഋഷഭിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്ലാൻ ബി എന്നൊരു ഓപ്ഷനായി സഞ്ജുവിന്റെ പേര് ഒരു പക്ഷേ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. വിരമിക്കുന്നതിന് മുൻപ് ടെസ്റ്റ് കളിക്കുകയെന്ന സഞ്ജുവിന്റെ മോഹം നടക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഇതേ പ്രകടനം തുടരാനായാൽ ടെസ്റ്റിലേക്ക് വിളിയെത്താൻ സാധ്യതയുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളതോടൊപ്പം തന്നെ പിടിച്ചു നിന്ന് കളിക്കാനും സഞ്ജു സാംസൺ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഗംഭീർ ഒരു അവസരം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വർഷമാണ് 2024 എന്ന് പറയാം. നിരവധി റെക്കോർഡുകളും അദ്ദേഹം ഈ വർഷം നേടിയിട്ടുണ്ട്. T20 ലോകകപ്പ് കിരീടം നേടുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുന്ന രണ്ടാമത്തെ മലയാളിയായി സഞ്ജു മാറുകയായിരുന്നു. ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറി നേടുന്ന ഏക താരമായും സഞ്ജു മാറിയത് 2024 T20യിൽ 2 തുടർ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യക്കാരനും സഞ്ജു ആയിരുന്നു. ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള സഞ്ജുവിന് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ടെസ്റ്റ് അരങ്ങേറ്റം സാധ്യമാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.